സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്തോത്രം. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 101 5 വാക്യം. സങ്കീർത്തനം 101:5. കൂട്ടുകാരനെ കുറിച്ച് പറയുന്നവനെ ഞാൻ നശിപ്പിക്കും, ഉന്നത ഭാവവും നിഗള ഹൃദയമുള്ളവനെ ഞാൻ സഹിക്കുകയില്ല. ഉന്നത ഭാവവും നിഗള ഹൃദയമുള്ളവരെ ഞാൻ സഹിക്കുകയില്ല. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ നിഗള ഹൃദയം, പ്രൗഡ് ഹാർട്ട്. ദാറ്റ് ഇസ് എ ടോപ്പിക് ടുഡേ. ഹല്ലേലൂയ. നമ്മൾ നിഗള ഹൃദയത്തെക്കുറിച്ച് ധാരാളം വാക്യങ്ങൾ നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്തോത്രം. നമുക്കറിയാം, സദൃശവാക്യത്തിലൊക്കെ വായിക്കുന്നത് നാശത്തിനു മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം, നാശത്തിനു മുമ്പേ മനുഷ്യൻ്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിനു മുമ്പേ താഴ്മ. പിന്നെ നമ്മൾ സദൃശവാക്യത്തിലൊക്കെ കൂടുതൽ കിടക്കുന്നത് ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും പാപം തന്നെ. ഇങ്ങനെ അനേക വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നിഗള ഹൃദയം, അതെ, സ്തോത്രം. അപ്പം ഈ നമ്മൾ വചനങ്ങൾ വായിക്കുമ്പം പഠിക്കുമ്പം ഇങ്ങനെയുള്ള ഇളവാകുന്ന ദോഷഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട് ജീവിതത്തിൽ. സുഖവും ബലം, ഐശ്വര്യം, അല്ലെങ്കിൽ സ്ഥാനവലിപ്പം, സൗന്ദര്യം, ഇതെല്ലാം ഉണ്ടാകുമ്പം പലരുടെ ഹൃദയം നിഗളിക്കുന്നു, ദൈവകോപത്തിന് പാത്രവാന്മാരെത്തിയിരുന്നു. ഈ സൗന്ദര്യം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണ്. കാര്യം എപ്പോഴും ഞാൻ പറയാറുണ്ട്, സൗന്ദര്യം എന്ന് പറയുമ്പം അതിലൊരു ഒരു 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 ഭാഗമാണ് ആഭരണം. നമ്മൾ ആഭരണം ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ പാവപ്പെട്ടവർ കാണും. നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നൊരു വിഷയമാണ്. അപ്പം പാവപ്പെട്ടവർ, എളിയവരും, അവർക്ക് ആഭരണം ധരിക്കാനും അവർക്ക് പണമില്ല. ഓക്കെ, അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ആഭരണം ധരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള മുമ്പിലൊക്കെ നമുക്ക് നടക്കുമ്പോൾ നമുക്ക് ഒരു ദൈവവൈദ്യന് അതിൽ അഭിമാനമാണോ തോന്നുന്നത്, അഹങ്കാരമാണോ തോന്നുന്നത്, അതോ നിഗള ഹൃദയമാണോ ഉണ്ടാകുന്നത്? ചിന്തിച്ചു നോക്കിയാട്ടെ. അപ്പം ഈ ബൈബിള് പഠിപ്പിക്കുന്നു, ഞാനങ്ങ് പറയാണ്, ബൈബിൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഞാനങ്ങ് പറയാണ്, ആഭരണം ഇട്ടാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒരു ദൈവവൈദ്യൻ്റെ ഹൃദയത്തിൽ നിഗളം ഉണ്ടാവുമോ ഉണ്ടാകാതിരിക്കുമോ എന്ന് ചിന്തിച്ചോ. തിങ്ക് അബൌട്ട് ദാറ്റ്. ഹല്ലേലൂയ. എളിയവനെ ആദരിക്കുന്ന ദൈവമാണ്. അപ്പം സൗന്ദര്യം, ആഭരണം ധരിച്ച് സൗന്ദര്യവൽക്കരിക്കുന്ന പരിപാടികളൊക്കെ, അതൊക്കെ ഹൃദയത്തിൽ നിഗള ഹൃദയത്തെ ഫോം ചെയ്യുകയാണ്. ഒരു കാര്യം ഓർക്കണം, അറിഞ്ഞിരിക്കണം. അപ്പം നിഗളത്തിൻ്റെ പിന്നിൽ നാശമുണ്ട്, മനസ്സിലാക്കണം. സ്തോത്രം. അപ്പം നിഗളം ആരുടെ ഹൃദയത്തിലാണ് ഉണ്ടാകുന്നത്? അത് അശുദ്ധൻ്റെ ഹൃദയത്തിലും വിശുദ്ധൻ്റെ ഹൃദയത്തിലും ഉണ്ടാകുന്നതാണ്. അതായത് നിഗളം വിശുദ്ധൻ്റെ ഹൃദയത്തിലും ഉണ്ടാകും. ഓക്കെ, സ്തോത്രം. അപ്പോൾ ഉന്നതഭാവവും നിഗള ഹൃദയവും ആരംഭിച്ചത് അത് സ്വർഗത്തിൽ നിന്നാണ്, ആണല്ലോ. ഈ നിഗള ഹൃദയവും ഉന്നത ഭാവവും എവിടുന്നാണ് തുടങ്ങിയത്? എവിടുന്ന സുസമത്വം തുടങ്ങിയത്? അറിയത്തില്ല അല്ലേ? സ്വർഗത്തിൽ നിന്ന്. അങ്ങനെ പറ. ആരാ ലൂസിഫർ എന്ന് പറഞ്ഞത്? വെരി ഗുഡ് ആൻസർ. യെസ്, അതാണ് ചോദിച്ചത്. ഈ നിഗള ഹൃദയം ഉണ്ടായത് ലൂസിഫർ സ്വർഗത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം പിന്നെ ഭൂമിയിലിരിക്കുന്നത് നമുക്കുണ്ടാകാതിരിക്കുമോ? അതൊന്ന് വായിക്കും. യെശയ്യാവ് 14-ാം അധ്യായം 11 മുതൽ 1-2 വാക്യം ഒന്ന് വായിച്ച്. യെശയ്യാവ് 14-ാം അധ്യായം 11 മുതൽ. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് വീണു? ജാതിലെ
നിറഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രത്തിൽ മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അതിനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പൊ കണ്ടല്ലോ, സ്വർഗത്തിൽ തുടങ്ങിയ പരിപാടിയായി കണ്ടോ. അവിടെ ആണെങ്കിൽ അവിടെയും നീളമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ വായിക്കാൻ സമയമൊന്നുമില്ല, ഓനാരം വാക്കുന്നുണ്ട്, ഞാൻ 5 തവണ പറയുന്നുണ്ട്. ആ ആള് പുതിയ നിയമത്തിലും പറയുന്നുണ്ടല്ലോ, പരീശനും ആരായിരുന്നു, ശബരിക്കാരനും പാവപ്പെട്ടവനും കണ്ട് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവനെ നോക്കിക്കൊണ്ട് ഞാൻ ആരാണെന്ന് അറിയാവോ? ചുങ്കക്കാരനും പരീക്ഷനും ഇവിടെ പ്രാർത്ഥിക്കാൻ പോയി. ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ ദേശാമനെ കൊടുക്കുന്ന ആളാണ്, ഞാൻ പള്ളിയിൽ എപ്പോഴും അറ്റൻഡ് ചെയ്യുന്ന ആളാണ്, ഞാൻ മോശം സഭയിലെ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഓക്കെ, ഞാൻ അവൻ ദൈവമക്കളെ സ്തോത്രം നാശത്തിലേക്ക്. അപ്പം പിന്നെ അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവാത്മാ എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകോപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. മനസ്സിലാക്കാം. അപ്പം ഈ നികള ഹൃദയമുള്ളവരെ ദൈവം വെറുതെ വിടത്തില്ല കേട്ടോ. ഇവിടെ വായിച്ചത് ഇവിടെ ഉള്ള കാര്യം വായിച്ചത്. അതെ, സ്തോത്രം അലരിയ. അപ്പം യെസ്, സ്തോത്രം. അതെ, നാശത്തിലേക്ക് നിന്നെ പറഞ്ഞു വിടുമെന്ന്, പാതാളത്തിൻ്റെ നാശകൂപത്തിലേക്ക് വിടും. അപ്പം നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്റെ നിലത്ത് തള്ളിയിട്ടു. അപ്പം സ്തോത്രം. അപ്പം ചിറക് വിടർത്തി നിൽക്കുന്ന കെരൂബല്ലെങ്കിൽ അരുണോദയപുത്രനായ ശുക്രൻ ഉന്നത ഭാവവും നികള ഹൃദയം കൊണ്ട് തള്ളപ്പെട്ടു പോയി. അപ്പം നാശത്തിനു മുമ്പേ ഗർവം നമ്മൾ ആദ്യം വായിച്ചു. നികള ഹൃദയമുള്ളവനെ ഞാൻ സഹിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ഉസിയ രാജാവ് 52 വർഷം താൻ രാജാവായിട്ട് കാണും. ബലവും ഐശ്വര്യവും വർദ്ധിച്ചപ്പം നികള ഹൃദയം ഉണ്ടായി. രാജാവാണ്. 16-ാമത്തെ വയസ്സിലാണ് ഉസിയ രാജാവായത്. 52 സംവത്സരം യെരൂശലേമിൽ വാണു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ 42 വർഷം താൻ നന്നായിട്ട് പിന്നത്തെ 10 വർഷം താൻ അഹങ്കാരിയായി മാറി. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം 15-ാം വാക്യം എന്ന് വെച്ചാൽ 2 ദിനവൃത്താന്തം 26-15. യെസ്, 26-15. അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം അതിശയമായി അവന് സഹായം ലഭിച്ചതുകൊണ്ട് അവന്റെ സ്തുതി ബഹുദൂരം പരന്നു. അവൻ വലിയ ആളായി മാറി. അവൻ്റെ സ്തുതി അങ്ങ് പോയപ്പോഴത്തേക്ക് ഇനിയും 16-ാം വാക്യം എന്ന് വെച്ചാൽ 16 മുതൽ 18 വരെ. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. അവൻ തന്റെ ദൈവമായപ്പോൾ കുറ്റം ചെയ്ത് ധൂപത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നിരുന്നു. കണ്ടോ, സ്തോത്രം. അപ്പം ഈ യഹോവയുടെ ആലയത്തിൽ ബലവാനായപ്പോഴത്തേക്ക് അഹങ്കാരം കൂടി. അപ്പം ധൂപം കാട്ടാനായിട്ട് ഞാൻ ആരാന്നറിയാവോ? സഭയുടെ പ്രസിഡന്റാണ്. ഓക്കെ, യഹോവയുടെ ആലയത്തിൽ കടന്ന് വരുന്നു. അപ്പോൾ അശ്വരീയ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായി 80 പുരോഹിതന്മാരോടുകൂടി അവൻ്റെ പിന്നാലെ അകത്ത് ചെന്ന് ഉസിയാവിനെ തടുക്കുന്നു. അവനോട് പറഞ്ഞു, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. അതിനെ വിശുദ്ധീകരിക്കപ്പെട്ട് ആണ്. അവിടെ അഹരോന്യരായ പുരോഹിതന്മാരുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ നിന്നും പോകാൻ പറഞ്ഞു. നീ ലംഘനമാണ് ചെയ്തിരിക്കുന്നതെന്ന് അവർ പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇന്ന് സുവിശേഷ യോഗങ്ങളിലൊക്കെ ബെന്തിക്കോസുകാരൻ്റെ മർത്തോമാക്കാരനെയും കൂടി ഒരു കമ്പാരിസൺ ഞാൻ നടത്താൻ പോവുകയാണ്. ഓക്കെ,
ബന്ധുക്കോസുകാരുടെ കൺവെൻഷനിൽ പിണറായി ഒരു ദൈവമില്ലാത്ത ഒരു ആളാണ്. ആര്? കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഓക്കെ. പിണറായിയെ പിടിച്ച് സ്റ്റേജിൽ കൊണ്ടിരുത്തും. ഓക്കെ. അതേസമയം മലയാളം കൺവെൻഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ മന്ത്രിമാരും കാര്യങ്ങളൊക്കെ വരും. അവർ ജനങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. അവരെ പിടിച്ച് സ്റ്റേജിൽ ഇരുത്തത്തില്ല. മനസ്സിലാക്കാനുണ്ട്. അതായത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരിക്കും. അവരെ ആരാന്ന് പറഞ്ഞാൽ ഇരുത്തേണ്ടിടത്ത് ഇരുത്താവുള്ളൂ. ഇവിടെ മഹാരാജാവാണ്. 52 വർഷം ഭരിച്ച രാജാവാണ്. അഹങ്കാരം കൂടിയപ്പോഴത്തേക്ക് യഹോവയ്ക്ക് ധൂപം കാട്ടാനും കൊണ്ട് യഹോവയ്ക്ക് ഭക്തി അങ്ങ് കൂടി. ചെയ്യേണ്ടതേ ചെയ്യാവുള്ളൂ. ചെയ്യേണ്ടതേ ചെയ്യാവുള്ളൂ. ചെയ്യിപ്പിക്കാവുന്ന കാര്യങ്ങളെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുള്ളൂ. അങ്ങനെയുണ്ട്. ഇപ്പം ഞാൻ സഭയുടെ പ്രസിഡൻ്റാന്നിരിക്കട്ടെ, സപ്പോസ്. ഓക്കെ. ഞാൻ സഭയുടെ പ്രസിഡൻ്റായിരിക്കില്ല, അധികാരമുണ്ട്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ അങ്ങനാണെങ്കിൽ ദൈവവചനത്തിൽ ചെയ്യിപ്പിക്കാൻ ദൈവം നമ്മളെ അധികാരപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാവൂ. അതിനപ്പുറം പോകരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഉസിയ രാജാവ് ചെയ്തതാണ് പരിപാടി. അതാണ്, ഞാൻ രാജാവാണ്, എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി. 19-ാം വാക്യം വായിച്ച സോറി. 19-ാം വാക്യം. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരുടെ കോപിച്ചുകൊണ്ടിരിക്കെ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപടത്തിന്റെ അരികിൽ വെച്ച് പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. അപ്പം സ്തോത്രം. മഹാപുരോഹിതനായ അസര്യാവും സകല പുരോഹിതന്മാരും അവനെ നോക്കി കുഷ്ഠം പൊങ്ങിയിരിക്കുന്നത് കാണുന്നു. അവനെ അവിടെ നിന്ന് പുറത്താക്കി പറ്റുള്ളല്ലോ, അങ്ങനെ ഒക്കുള്ളൂ. യഹോവ തന്നെ അവനെ ബാധിച്ചതുകൊണ്ട് അവൻ തന്നെയും പുറത്തു പോകാൻ ബന്ധപ്പെട്ടു. യഹോവ അവനെ ബാധിച്ചു. മനസ്സിലാക്കണം, യഹോവ ബാധിച്ചു. സാത്താനല്ല ബാധിച്ചേക്കുന്നത്, യഹോവ ബാധിച്ചു. അതെ, വചനത്തെ വിരുദ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ യഹോവ ബാധിക്കും കേട്ടോ. സ്തോത്രം. അപ്പം പിന്നെ എന്ത് പറ്റി? ഉസിയ രാജാവിന് ജീവപര്യന്തം 23-ാം വാക്യം 23 അവന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ കുഷ്ഠരോഗിയല്ലോ എന്ന് പറഞ്ഞു. അവൻ രാജാക്കന്മാർക്കുള്ള ശ്മശാന ഭൂമിയിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യോഥാം അവന് പകരം രാജാവായി. അപ്പൊ കുഷ്ഠരോഗിയായിട്ടും ആലയത്തിൽ ഒരു പ്രത്യേക ശാലയിലാണ് വസിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേറ്റഡ് ഏരിയയിലാണ് താമസിക്കുന്നത്. ഐസൊലേറ്റഡ് ഏരിയയിൽ. സ്തോത്രം. അപ്പോൾ ഇതിനുള്ള കാരണം എന്താ? അവൻ ബലവാനായപ്പോൾ നാശത്തിനായിട്ട് അവൻ്റെ ഹൃദയം നെഗളിച്ചു. അതായത് നമ്മൾ സ്തോത്രം സ്തോത്രം ഉന്നതഭാവവും നിഗളകുറയുള്ളവനെ ഞാൻ സഹിക്കത്തില്ല എന്ന് കർത്താവായ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിരുത്തി നമ്മൾ സ്തോത്രം ചിന്തിക്കുക, പഠിക്കുക. നമ്മൾ സ്തോത്രം വിനയം മാനത്തിനും മുന്നോടിയാണ്. സ്തോത്രം. നമുക്കറിയാം, സദസ്യവാക്യത്തിലൊക്കെ വായിക്കുന്നുണ്ട്, ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്. അപ്പോൾ യൗവന നമുക്കറിയാം, ലൂസിഫർ നമ്മൾ ആദ്യം ഇപ്പം അല്പം മുമ്പേ വായിച്ചു. അത് ലൂസിഫറിൽ അത് കണ്ടു, ഈ സ്വഭാവം. സ്തോത്രം. ഉസിയ രാജാവിൻ്റെ കാര്യം തന്നെ നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ യൗവനകാലത്ത് തന്നെ താൻ ദൈവകൃപ പ്രാപിച്ചൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഹൃദയത്തിൽ നിഗളം കൂടി. നമുക്ക് വലിയ BMW കാറും വില കൂടിയ വീടും ഒക്കെ കിട്ടുമ്പോൾ വലിയ നിഗളവും കൂടും. സ്തോത്രം. ഹല്ലേലൂയ. ആയുഷ്കാലം മുഴുവനും കുഷ്ഠരോഗിയായിട്ട് പിന്നെ മാറേണ്ടി വന്നു. എസെക്കിയേൽ 28:2 വായിച്ച സഹോദരി. എസെക്കിയേൽ 28:2.
സ്ഥാനപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നീ ദൈവഭാവം നടിച്ചതുകൊണ്ട് നീ ദാനിയേൽ ജ്ഞാനിയല്ലോ. അറിയാവുന്ന മറച്ചു വയ്ക്കാവുന്ന ഒരു രഹസ്യവുമില്ല. അപ്പൊ ഇവിടെ നമ്മള് അതെ ഇവിടൊക്കെ ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു വിടാമെന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പം ചിന്തിച്ച പോലെ നിഗളം ആരംഭിച്ചത് സ്വർഗീയ ദൂതന്മാരിലാണ് അത് ആരംഭിക്കുന്നത്. അത് അവരിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യാപരിച്ചതിൻ്റെ ഫലമായിട്ട് വിശ്വാസിയിലും അവിശ്വാസിയിലും യൗവനക്കാരിലും വൃദ്ധന്മാരിലും പുരുഷനിലും സ്ത്രീയിലും രാജാക്കന്മാരിലും ഉദ്യോഗസ്ഥന്മാരിലും നേതാക്കന്മാരിലും പാസ്റ്റർമാരിലും സകലരിലും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, സ്തോത്രം. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ഉയർന്ന പടിയിൽ നിൽക്കുന്നവരെന്ന് വിചാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ, അതായത് സ്വയപ്രശംസ, മുഖസ്തുതി, ആത്മപ്രശംസ, അതായത് നിഗളം, ഇതെല്ലാം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ആണല്ലോ. അതായത് അതിൽ നിന്നും ഒരു നിഷേധാത്മകമായ അല്ലെങ്കിൽ ഒരു നിലപാട്, ഒരു വേർപാട് പാലിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എനിക്ക് വേണ്ട. മുഖസ്തുതിയും അല്ലെങ്കിൽ അവാർഡും ആത്മപ്രശംസയും ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് വെക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടോ? ദൈവമക്കളെ ഞാൻ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു 10 പാട്ട് എഴുതിയെങ്കിൽ ഓക്കെ, പാട്ട് എഴുതിയതിൻ്റെ ഒരു അവാർഡൊക്കെ തന്നേക്കാം. ദൈവത്തിൻ്റെ കൃപയാലല്ലേ നമുക്കെന്തെങ്കിലും ഒരു ലൈൻ എഴുതാൻ പറ്റുന്നത്, അല്ലേ? ദൈവമല്ലേ നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. അത് നമ്മളെന്ത് ഇതിനകത്ത് എന്തോ കഴിവ് നമ്മൾ പറയാനുള്ളത്, എൻ്റെ ദൈവമക്കളെ, അല്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം അത് അതെ. അപ്പോൾ അത് നമ്മൾ നിഗളം നമുക്ക് കൂടുന്നു, മനുഷ്യരുടെ മുമ്പിൽ ആദരവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ദാനമാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഈ വചനം പറയുന്നു, എൻ്റെ കഴിവുകൊണ്ടാണോ? അല്ല, ദൈവം എന്നെ അതിനെ ഏൽപ്പിച്ചു. ഇപ്പൊ സൂസമ്മ തോമസ് വചനം വായിക്കുന്നു, നമ്മളെക്കാൾ പ്രായക്കുറവുള്ളവർ എത്ര പേര് സിക്കായിട്ട് കിടക്കുന്നു. നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ ദൈവം സഹായിച്ചല്ലോ, അതല്ലേ നമ്മൾ ചിന്തിക്കുന്നു, ആണല്ലോ? അല്ലെ നമ്മളെയുള്ള കഴിവുകൊണ്ട് നമ്മൾ ചെയ്തെന്നാണ് വിചാരിക്കുന്നു. അതിനാണ് അവാർഡ് വാങ്ങിക്കപ്പെടണം. ഓക്കെ, അപ്പോൾ അതാണ് മുഖസ്തുതി, ആത്മപ്രശംസ, ആത്മനിഗളം, അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം? സ്വർഗരാജ്യത്തിൽ നമുക്ക് കിട്ടേണ്ട അവകാശവും സ്വർഗരാജ്യത്തിൽ നമുക്ക് കിട്ടേണ്ടതായ കിരീടവും ഒക്കെ നമുക്ക് നഷ്ടമാക്കുകയാണെന്നുള്ള ആരും ചിന്തിക്കുന്നില്ല. ഞാൻ അവാർഡ് വാങ്ങിക്കുന്നതിനൊന്നും എതിരൊന്നുമല്ലേ പറയുന്നത്. എതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ കിട്ടത്തില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്, അതുകൊണ്ടായി പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന വചനത്തിൽ കൂടി എനിക്കങ്ങനെ തോന്നുന്നത്. നിങ്ങൾക്കും വേണമെങ്കിൽ അത് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പം ദൈവത്തോടുള്ള സംസർഗത്തിൽ ഭംഗം വരാൻ പാടില്ല. അതായത് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. നമ്മൾ വായിച്ചല്ലോ, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. 1 പത്രോസ് 5:5 വായിച്ച സഹോദരി, 1 പത്രോസ് 5:5 തോന്നുന്നു, അതൊന്ന് വായിച്ചേ. 1 പത്രോസ് 5:5 വായിക്കും, സമയം. 5:5 അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിലനിർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കെടുത്താണ് അവൻ ആണല്ലേ. പോട്ടെ, താഴ്മ ധരിച്ചുള്ളൂ. ദൈവ നിലയോടെ എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. 5 ഓക്കെ, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു, മനസ്സിലാക്കണം. ഹല്ലേലൂയ. യെസ്, ഇനിയും നമുക്ക് പാട്ട് എഴുതാൻ നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ താഴ്മ വേണം. ഈ താഴ്മ ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. അത് ഓർമ്മയിരിക്കണം. സ്തോത്രം.
ഏത് ഏത് സുവിശേഷ വേലയായാലും കൊള്ളാം. അപ്പം വിശ്വാസിയുടെ ദൈവമക്കളിൽ ഉന്നത ഭാവവും നിഗളഹൃദയവും ഉണ്ടാകാൻ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ രക്ഷിതാവ് പറയുന്നത് ഞാൻ സൗമ്യതയും അല്ലേ, അന്ന് വായിക്കാം. മത്തായി 11:29 വായിക്കാം. മത്തായി 11:29. എന്നോട് പഠിക്കുവീൻ. അതാ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞത്. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഓ ഗ്ലോറി. അപ്പം ശാഠ്യത്താലോ ദുരഭിമാനത്താലോ അതായത് ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടി നോക്കണം. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമുക്കറിയാവുന്ന വാക്യമുണ്ട്, വായിക്കുന്നില്ല. ഫിലിപ്പിയ ലേഖനത്തിലുണ്ട്. സ്വതന്ത്രം 2 മിനിറ്റേ ഉള്ളൂ. 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അപ്പം യേശു തന്നെത്താൻ താഴ്ത്തി വിനയപ്പെട്ടതുപോലെ നമുക്കും വിശ്വാസത്തിൽ അവനിൽ വിനയപ്പെടുന്നതിനുള്ള പ്രാപ്തി ലഭിക്കേണ്ടതിന് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം, വിനയപ്പെടാം, പ്രാർത്ഥിക്കാം. നമുക്കങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാൻ പറ്റുമോ? ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒന്നുകൂടി വിനയപ്പെടാൻ താഴ്മയുള്ള കർത്താവ് താഴ്മയുള്ളതെന്ന് പറഞ്ഞല്ലോ അല്ലേ? അപ്പം നമുക്ക് ആ ഒരു മനോഭാവം. അപ്പം ദൈവമക്കളിൽ കാണേണ്ട വിശിഷ്ട ഗുണങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് മനോവിനയവും താഴ്മയും ആണ്. അപ്പം കർത്താവിൽ നിന്ന് പഠിക്കുന്നതിനും അവൻ നമ്മളോട് പറയുകയാണ്. അപ്പം ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന പ്രിയ വിശ്വാസികളെ, നമ്മൾക്ക് ഉന്നത ഭാവവും നിഗളഹൃദയവും ഉണ്ടെങ്കിൽ അവയെ നീക്കി താഴ്മയും വിനയവും ഉള്ളവരായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനും അധീനപ്പെട്ട് കീഴ്പ്പെട്ട് മനോവിനയും താഴ്മയും ഉള്ളത് പ്രാപിച്ച് നമ്മളിൽ അല്ലെങ്കിൽ നിഗളമോ ഉന്നതഭാവമോ ദുർമോഹമോ ഈ ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ തികഞ്ഞവരായി തീരുവാൻ തക്കവണ്ണം ദൈവങ്ങളെ നമുക്ക് താഴ്ത്തി കേൾപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമ്മൾ പോരാട്ടമുണ്ട്. മറ്റുള്ളവർ നമ്മളെ പ്രേരിപ്പിക്കും, പ്രലോഭിപ്പിക്കും. അതിനെ അതിജീവിക്കണം. അതാ വേണ്ടത്. മനസ്സിലാക്കണം. വചനത്തിലില്ലാത്തൊരു കാര്യം പോലും നമ്മൾ ഏറ്റെടുക്കാൻ പോകരുത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു വാക്കിൻ്റെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. മീക 6:8 എന്ന് വെച്ച്. മീക 6:8. മീക 6:8 വേഗം വായിക്കും. സമയമായി, ടൈം കഴിഞ്ഞു. ഞാൻ വായിക്കാം. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ യഹോവ നിന്നോട് ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരോട് ചോദിക്കുവാകുന്നു. മനുഷ്യ, നല്ലതെന്താണ് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇന്ന് രാവിലെക്കാലം അല്പമായി നമ്മളത് ധ്യാനിച്ചു. നമുക്ക് ഏറ്റെടുക്കാം. ഈ വചനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.